ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടമാണ്. പപ്പടം നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നന്നായി തരിച്ചെടുക്കണം. അത് നന്നായി പൊടിച്ച് തരിച്ചെടുത്തു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉഴുന്ന് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. മാവ് നന്നായി സോഫ്റ്റ് ആവുന്ന രീതിയിൽ വേണം കുഴയ്ക്കാൻ. പക്ഷെ നമ്മൾ കൈ വെച്ച് എങ്ങനെ കുഴച്ചാലും അത്ര സോഫ്റ്റ് ആവില്ല. അപ്പം നമ്മൾ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് നന്നായി ഇടിച്ചു കൊടുക്കണം. മാവ് കിച്ചൺ ടോപ്പിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ നല്ലെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് കിട്ടാനാണ്, ഒത്തിരി ആവരുത്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ട എണ്ണ കയ്യിലാക്കിയിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഈ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിക്കല്ല് വെച്ചിട്ട് നന്നായി ഇടിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. എത്രയും സോഫ്റ്റ് ആക്കുന്ന അത്രയും നല്ലതായിരിക്കും. ഇനി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൽ ഓരോന്ന് എടുത്ത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒട്ടി പിടിക്കാതിരിക്കാൻ കത്തിയിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. പരത്തിയെടുക്കാനായിട്ട് ഇവിടെ ഞാൻ മൈദയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് മൈദയാക്കി വയ്ക്കാം. ഇതുപോലെ എല്ലാതും കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഓരോ പീസ് എടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് കനം കുറഞ്ഞ് പരത്തണം. എത്ര കനം കുറയ്ക്കാൻ പറ്റും അത്രയും നന്നായിരിക്കും. ഇനി ഇതുപോലെ ഒരു അടുപ്പ് എന്തെങ്കിലും വെച്ച് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി എണ്ണ ഒഴിക്കരുത്. പിന്നീട് അത് പപ്പടം കട്ടിയായി പോവും. അപ്പം എല്ലാ പീസും നമ്മളിതുപോലെ പരത്തിയെടുത്തു. 2 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. 2 കപ്പ് ഉഴുന്ന് കൊണ്ട് ഏകദേശം 100-ന് മേലെ പപ്പടം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പേപ്പറിലോ പരന്ന പ്ലേറ്റിലോ നന്നായി പരത്തി വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. വെയിലത്ത് വെക്കണമെന്നില്ല, ജസ്റ്റ് ഫാനിൻ്റെ കീഴിൽ വെച്ചാലും മതി. അപ്പം നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇനിയും കാച്ചി നോക്കാം. പപ്പടം നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വീട്ടിലേക്ക് വേണ്ട പപ്പടം നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.